ഓരോ വർഷവും ലോകത്ത് ഏകദേശം 800ഓളം വിമാനങ്ങളാണ് സർവീസ് നിർത്തി റിട്ടയർ ചെയ്യുന്നത്. എന്നാൽ ഈ റിട്ടയർ ചെയ്യുന്ന വിമാനങ്ങൾക്കൊക്കെ പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ പ്രവർത്തനം നിർത്തുന്ന വിമാനങ്ങൾ ഉപയോഗിച്ച് കമ്പനികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. പൊതുവെ നമ്മളിൽ ഭൂരിഭാഗം പേരും കരുതുന്നത് വിമാനങ്ങളുടെ സർവീസ് ലൈഫ് കഴിഞ്ഞാൽ അവ പൊളിച്ചു കളയും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. വിമാനത്തിൻ്റെ ഓരോ പാർട്ടിൻ്റെയും വിലയും ഉപയോഗവും നോക്കി കൃത്യമായ സ്റ്റെപ്പുകളിലൂടെയാണ് ഇവ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് മുതൽ തന്നെ വളരെ പ്ലാൻ ചെയ്ത് സ്ട്രിക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. തുരുമ്പെടുക്കാതിരിക്കാൻ ഡ്രൈ ആയിട്ടുള്ള വലിയ യാർഡുകളിലാണ് ഇത്തരത്തിലുള്ള വിമാനങ്ങൾ സൂക്ഷിക്കാറുള്ളത്. പണി തുടങ്ങാൻ സമയമാകുമ്പോൾ പ്രത്യേക ടോവിംഗ് വെഹിക്കിളുകൾ വെച്ച് ഫ്ലൈറ്റിനെ റീസൈക്ലിംഗ് ഏരിയയിലേക്ക് വലിച്ചു കൊണ്ടുവരും. ഇവിടെ വെച്ച് ടെക്നീഷ്യന്മാർ ഫ്ലൈറ്റ് ഫുള്ളായിട്ടൊന്ന് ഇൻസ്പെക്ഷൻ നടത്തും. ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ അറിയാൻ ആക്സസ് പാനലുകൾ തുറന്നു നോക്കും. പ്രത്യേകിച്ച് ഫ്ലൈറ്റിൻ്റെ മെയിൻ ബോഡി സ്ട്രക്ചറൊക്കെ നല്ലതുപോലെ ചെക്ക് ചെയ്യും. ഇതൊക്കെ അനലൈസ് ചെയ്ത ശേഷം ഓരോ പാർട്സും എങ്ങനെ അഴിക്കണം എന്ന് എഞ്ചിനീയറിംഗ് ടീം കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കും. ആദ്യത്തെ പണിയിലേക്ക് പോകുന്നതിന് മുൻപ് ഫ്ലൈറ്റിലുള്ള എല്ലാ സിസ്റ്റങ്ങളുടെയും പവർ പൂർണ്ണമായി ഓഫാക്കണം. സിസ്റ്റത്തിൽ ഒരിടത്തും കറണ്ട് ബാക്കിയില്ലെന്ന് ഉറപ്പാക്കാൻ മെയിൻ പവറും എല്ലാ ബാക്കപ്പ് ബാറ്ററി കണക്ഷനുകളും ടെക്നീഷ്യന്മാർ ഊരിമാറ്റും. പണി ചെയ്യുമ്പോൾ ഷോക്ക് അടിക്കാതിരിക്കാൻ കപ്പാസിറ്ററുകളിൽ ബാക്കിയുള്ള ചെറിയ ചാർജ് പോലും കളഞ്ഞ് സേഫാക്കും. പാർട്സുകൾ അഴിക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യം ഫ്ലൈറ്റിനുള്ളിലെ എല്ലാ ഫ്ലൂയിഡുകളും പൂർണ്ണമായി ഡ്രെയിൻ ചെയ്ത് മാറ്റലാണ്. ചിറകുകളിലും ബോഡിയിലുമുള്ള ഫ്യുവൽ ടാങ്കുകളിലേക്ക് വലിയ പൈപ്പുകൾ നേരിട്ട് കണക്ട് ചെയ്യും. നല്ല പവറുള്ള പമ്പുകൾ വെച്ച് ജെറ്റ് ഫ്യുവൽ മുഴുവൻ വലിച്ച് ഊറ്റിയെടുത്ത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ സീൽ ചെയ്ത ടാങ്കുകളിലേക്ക് മാറ്റും. ഒരിടത്തും ലീക്കാവാതിരിക്കാൻ സെൻസറുകൾ വെച്ച് തുടർച്ചയായി ഫ്ലോ മോണിറ്റർ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലാണ് ഈ പ്രോസസ്സ് മുഴുവൻ നടക്കുന്നത്. ഇന്ധനം മൊത്തം മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ഹൈഡ്രോളിക് സിസ്റ്റമാണ്. പൈപ്പുകൾക്കുള്ളിലെ പ്രഷർ സാവധാനം കളയാൻ വേണ്ടി വാൽവുകൾ ഓരോന്നായി തുറന്നു കൊടുക്കും. ഫ്ലൈറ്റ് നിർത്തിയിട്ടതാണെങ്കിലും ഹൈഡ്രോളിക് പൈപ്പുകളിൽ വലിയ പ്രഷർ കെട്ടിക്കിടക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ സ്റ്റെപ്പ് വളരെ പ്രധാനമാണ്. പ്രഷറൊക്കെ കുറഞ്ഞ് സേഫായി എന്ന് ഉറപ്പായാൽ ഹൈഡ്രോളിക് ഓയിൽ മൊത്തമായിട്ട് അങ്ങ് വലിച്ചെടുക്കും. ഇതൊരു ഫുൾ ഇന്റേണൽ ക്ലീനിങ് പ്രോസസ്സാണ്. അല്പം ഫ്യുവലോ അല്ലെങ്കിൽ പ്രഷറോ ഉള്ളിൽ ബാക്കിയുണ്ടായാൽ പോലും ചെറിയൊരു തീപ്പൊരി വീണാൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായേക്കാം. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഫ്യുവലും പ്രഷറും മറ്റ് ഡേഞ്ചറസ് സാധനങ്ങളുമെല്ലാം മാറി ഡ്രൈ ആയി കഴിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പായ പാർട്സ് അഴിക്കലിലേക്കും മെറ്റൽ കട്ടിങ്ങിലേക്കും സേഫായി കടക്കാൻ പറ്റും. അങ്ങനെ ടെക്നിക്കൽ ടീം ഇതിലെ വില കൂടിയ സാധനങ്ങൾ ഓരോന്നായി അഴിച്ചെടുക്കാൻ തുടങ്ങും. ഫ്ലൈറ്റിൻ്റെ മൊത്തം വിലയുടെ ഭൂരിഭാഗവും എഞ്ചിനുകൾക്ക് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ എഞ്ചിനാണ് മാറ്റുന്നത്. എഞ്ചിൻ്റെ മുഴുവൻ ഭാരവും താങ്ങിപ്പിടിക്കാൻ ഒരു ക്രെയിൻ ഉപയോഗിച്ച് വലിയ ബോൾട്ടുകളൊക്കെ സ്പെഷ്യൽ ടൂളുകൾ ഉപയോഗിച്ച് ലൂസ് ചെയ്യും. ലാസ്റ്റ് കണക്ഷനും അഴിച്ചു മാറ്റിയാൽ എഞ്ചിൻ പതുക്കെ ക്രെയിൻ വഴി താഴേക്കിറക്കി ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് എടുത്തുവെക്കും. ഇത് നേരെ ചെക്കിങ്ങിനും സർവീസിനുമായി അയക്കും. വേറെ ഫ്ലൈറ്റുകളിൽ റീയൂസ് ചെയ്യാനോ ഫാക്ടറി മെഷീനുകളിൽ ഉപയോഗിക്കാനൊക്കെയാണ് ഇത് ഉപകരിക്കുന്നത്. അടുത്തതായി മാറ്റുന്നത് ലാൻഡിംഗ് ഗിയറുകളാണ്. നല്ല ഭാരമുള്ളതും കട്ടിയുള്ളതുമായ സാധനമായതുകൊണ്ട് ലോക്ക് പിന്നുകൾ എടുക്കുന്നതിന് മുൻപ് സ്ട്രക്ചർ അനങ്ങാതെ നിർത്താൻ ഹൈഡ്രോളിക് ജാക്കുകൾ വെച്ചു കൊടുക്കണം. ഇതേ സമയം തന്നെ നാവിഗേഷൻ യൂണിറ്റുകൾ, ഫ്ലൈറ്റ് കമ്പ്യൂട്ടറുകൾ, കൺട്രോൾ ബോക്സുകൾ പോലെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും ഓരോന്നായി അഴിച്ചെടുക്കും. തുടർന്ന് അഴിച്ചെടുത്ത എല്ലാ പാർട്സുകളും ഒന്ന് ചെക്ക് ചെയ്ത് ഐഡൻറ്റിറ്റി ടാഗുകൾ ഒട്ടിച്ച് സ്റ്റോറേജിലേക്ക് മാറ്റും. ഫ്ലൈറ്റ് മൊത്തമായി പൊളിച്ചു തുടങ്ങുന്നതിന് മുൻപ് നല്ല സാധനങ്ങളൊക്കെ ഭദ്രമായി എടുത്തുമാറ്റാൻ ഈ സ്റ്റെപ്പ് നിർബന്ധമാണ്. മെറ്റൽ കട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം മുഴുവൻ അടിമുടി അഴിച്ചെടുക്കും. പാസഞ്ചർ സീറ്റുകൾ, മുകളിലെ ലഗേജ് ബോക്സുകൾ, സൈഡ് പാനലുകൾ, വയറിങ്ങുകൾ, ഇൻസുലേഷൻ മെറ്റീരിയലുകൾ എന്നിവയെല്ലാം ടെക്നീഷ്യന്മാർ സിസ്റ്റമാറ്റിക്കായി അഴിച്ചുമാറ്റും. അടുത്ത സ്റ്റേജിൽ മെറ്റൽ ഷ്രെഡ് ചെയ്യുമ്പോൾ ഈ സാധനങ്ങൾ കൂടെ ചേർത്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് തുടക്കത്തിലെ ഇതൊക്കെ മാറ്റിവെക്കുന്നത്. ഉള്ളിലെ ഓരോ ലെയറും ഉരിഞ്ഞു മാറ്റി ഒടുവിൽ ഫ്ലൈറ്റിൻ്റെ മെയിൻ മെറ്റൽ ബോൺസ് മാത്രം ബാക്കിയാകും. ഈ പണി കഴിയുമ്പോഴേക്കും ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം മുഴുവൻ കാലിയായി മെറ്റൽ ഫ്രെയിം മാത്രമായി അടുത്ത സ്റ്റെപ്പിലേക്ക് റെഡിയായി നിൽക്കും. ഉൾഭാഗമൊക്കെ കാലിയായി കഴിഞ്ഞാൽ പിന്നെ മെറ്റൽ ബോഡി മുറിക്കുന്ന പണിയാണ്. വലിയ കട്ടിംഗ് ബ്ലേഡുകളുള്ള എക്സ്കവേറ്ററുകൾ ഫ്ലൈറ്റിന് ചുറ്റും ഫ്യൂസ്ലേജിൽ പിടിച്ച് കൃത്യമായി മുറിച്ചു മാറ്റാൻ തുടങ്ങും. ഈ ബ്ലേഡുകൾ അലൂമിനിയം ഷീറ്റിലും ഉള്ളിലെ ഫ്രെയിമിലുമൊക്കെ ആവർത്തിച്ച് അമർന്നിറങ്ങി നല്ല കൺട്രോളോടെ കട്ട് ചെയ്തെടുക്കും. ചിറകുകൾ നല്ല കട്ടിയും ഉറപ്പുമുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി പാടാണ്.
ചിറകിൻ്റെ തുടക്കഭാഗത്ത് ഷിയർ വെച്ച് അതിൻ്റെ മെയിൻ സപ്പോർട്ടിംഗ് കമ്പികൾ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുക. ഇത് മുറിച്ചു മാറ്റിയ ശേഷം ചിറകുകളും ടെയിലും ബോഡിയുമൊക്കെ വേറെ വേറെ ഭാഗങ്ങളാക്കി മാറ്റിവെക്കും. ഇതോടെ ഫ്ലൈറ്റിൻ്റെ പഴയ രൂപമൊക്കെ മാറി ഫാക്ടറിയിലെ ഷ്രെഡിങ്ങിന് കൊണ്ടുപോകാൻ പറ്റിയ വലിയ വലിയ കഷ്ണങ്ങളായി മാറിയിട്ടുണ്ടാകും. വിമാനത്തിൻ്റെ ചിറകുകളും ബോഡിയും വേർപെടുത്തി കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അതിൻ്റെ വലിപ്പം ഒന്നുകൂടി കുറയ്ക്കുന്ന പ്രോസസ്സ് തുടങ്ങും. എക്സ്കവേറ്ററുകൾ ഇവ മുറിക്കുക മാത്രമല്ല ചെയ്യുക, വലിയ മെറ്റൽ കഷ്ണങ്ങളെ അമർത്തി ചതച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. നല്ല ഫോഴ്സ് കൊടുക്കുമ്പോൾ അലൂമിനിയം ഷീറ്റുകളും ഫ്രെയിമുകളുമൊക്കെ വളഞ്ഞൊടിഞ്ഞ് നല്ല ചെറിയ കഷ്ണങ്ങളായി മാറും. ഈ പീസുകളൊക്കെ ട്രക്കുകളിൽ കയറ്റി റീസൈക്ലിംഗ് ഫാക്ടറിയിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ഫാക്ടറിയിലെത്തിയ ഉടനെ തന്നെ ഇവ ഉരുക്കാൻ കൊണ്ടുപോകില്ല, മറിച്ച് വലിയ ഇൻഡസ്ട്രിയൽ ഷ്രെഡറുകളിലേക്ക് ഇട്ടുകൊടുക്കും. മെഷീൻ ഓണാക്കുമ്പോൾ പല്ലുകളുള്ള കട്ടിയുള്ള സ്റ്റീൽ ഷാഫ്റ്റുകൾ കറങ്ങി ഈ മെറ്റലുകളെയൊക്കെ വലിച്ച് നല്ല പൊടി പൊടി കഷ്ണങ്ങളാക്കി മാറ്റും. ഒരു സൈഡിലൂടെ മെറ്റൽ ഇട്ട് കൊടുക്കുമ്പോൾ മറ്റേ സൈഡിലൂടെ അവ ചെറിയ കഷ്ണങ്ങളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഷ്രെഡറിൽ നിന്ന് പുറത്തു വരുന്ന ഈ മിക്സഡ് മെറ്റൽ പീസുകൾ കൺവെയർ ബെൽറ്റിലൂടെ മുന്നോട്ട് പോകും. കൺവെയറിന് മുകളിലുള്ള നല്ല പവറുള്ള മാഗ്നറ്റ് ഇരുമ്പിനെ മാത്രം വലിച്ചെടുക്കുന്നു. ബാക്കി വരുന്ന മെറ്റീരിയൽ ഒരു എഡ്ഡി കറന്റ് സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ അത് അലൂമിനിയത്തെ തെറിപ്പിച്ച് മാറ്റി വേർതിരിക്കും. കോപ്പറോ ടൈറ്റാനിയമോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വേർതിരിക്കാൻ വേറെയും സെൻസറുകൾ ഉപയോഗിക്കാറുണ്ട്. മെറ്റൽ അല്ലാത്ത ബാക്കി വേസ്റ്റുകളൊക്കെ വേറെ വഴിക്ക് മാറ്റിവിടുകയും ചെയ്യും. ഇങ്ങനെ തരംതിരിച്ച സ്റ്റീൽ സ്ക്രാപ്പുകൾ അവിടെ വെച്ച് അപ്പോൾ തന്നെ ഉരുക്കില്ല, പകരം പ്രത്യേക ട്രക്കുകളിൽ കയറ്റി മെൽറ്റിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോകും. ഓരോ ട്രക്കും ചാർജിംഗ് ഏരിയയിൽ എത്തുമ്പോൾ വലിയ ക്രെയിനുകൾ പണി തുടങ്ങും. പടുക്കൂറ്റൻ ഗ്രാപ്പിൾ ബക്കറ്റുകൾ താഴേക്കിറങ്ങി ടൺ കണക്കിന് ഭാരമുള്ള സ്റ്റീൽ സ്ക്രാപ്പ് ഒരൊറ്റ പിടിയിൽ പൊക്കി ഫർണസിലേക്ക് കൊണ്ടുവരും. കറക്റ്റ് പൊസിഷനിലെത്തുമ്പോൾ ക്രെയിൻ തിരിഞ്ഞ് ഈ സ്ക്രാപ്പുകൾ മുഴുവൻ ആ വലിയ ഇലക്ട്രിക് ആർക്ക് ഫർണസിലേക്ക് ഡംപ് ചെയ്യുന്നു. അങ്ങനെ ഫർണസ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നല്ല ചൂടാക്കുന്ന ഘട്ടമാണ്. ഇതിനായി ആ സോളിഡ് സ്റ്റീലിനെ ലാവ പോലെ ദ്രാവകമാക്കി മാറ്റുന്നു. ക്രെയിനുകൾ ഓരോ ബാച്ച് സ്ക്രാപ്പും വീണ്ടും ഫർണസിലേക്ക് ഇട്ടുകൊടുക്കും. ഉരുകിയ സ്റ്റീൽ ലാവയ്ക്ക് ഏകദേശം 2900 മുതൽ 3300 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ചൂടുണ്ടാകും. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൊക്കെ അതിലും വലിയ ചൂട് പെട്ടെന്നുണ്ടാവുകയും സ്റ്റീൽ അതിവേഗം ചൂടാവുകയും ചെയ്യും. ആദ്യം മെറ്റൽ മുഴുവൻ നല്ല കട്ട ചുവപ്പായി മാറും, പിന്നെ സോഫ്റ്റായി ഉരുകാൻ തുടങ്ങും. ചൂട് കൂടുന്തോറും മുഴുവൻ പീസുകളും ഉരുകി നല്ല വെള്ളം പോലെ ലിക്വിഡായി മാറും. ഈ സമയത്തൊക്കെ ലിക്വിഡ് മെറ്റലിൻ്റെ അളവ് കുറയാതിരിക്കാൻ കൂടുതൽ സ്ക്രാപ്പ് ഫർണസിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. സ്റ്റീൽ ഫുൾ ഉരുകിക്കഴിഞ്ഞാൽ പിന്നെ അതിലെ അഴുക്കൊക്കെ കളയുന്ന റിഫൈനിങ് പ്രോസസ്സാണ്. മെറ്റലിലെ വേസ്റ്റുകളുമായി ചേരാൻ കുമ്മായവും മറ്റ് മിശ്രിതങ്ങളും ചേർത്ത് കൊടുക്കാറുണ്ട്. ഈ മാലിന്യങ്ങളൊക്കെ പതഞ്ഞു പൊങ്ങി മുകളിൽ സ്ലാഗ് എന്നൊരു പാളിയായി വരും. എന്നിട്ട് പ്രത്യേക മെഷീനുകൾ വെച്ച് ഈ സ്ലാഗ് അഴുക്ക് മൊത്തമായിട്ട് കോരിക്കളയും. റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉരുകിയ സ്റ്റീൽ നേരെ ടാപ്പിംഗ് സിസ്റ്റം വഴി പുറത്തേക്ക് ഒഴുക്കും. വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്ന കാസ്റ്റിംഗ് മോൾഡുകളിലേക്ക് ഈ തിളച്ചുമറിയുന്ന മെറ്റൽ ഒഴുകിയെത്തും. സ്റ്റീൽ മോൾഡിൽ തൊടുമ്പോൾ തന്നെ അതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തണുത്ത് നല്ല ഉറപ്പുള്ള ഷെല്ലായി മാറും. ഉള്ളിൽ മെറ്റൽ ഇപ്പോഴും നല്ല ചൂടുള്ള ലിക്വിഡായി തന്നെ റോളുകളിലൂടെ മുന്നോട്ട് നീങ്ങുന്നുണ്ടാകും. ഈ പോക്കിൽ സ്റ്റീൽ ഒരേ സമയം തണുക്കുകയും നല്ല ഉറപ്പുള്ളതായി മാറുകയും ചെയ്യും. ഇങ്ങനെ വരുന്ന സ്റ്റീലിനെ അടിമുടി നീളമുള്ള ബില്ലറ്റുകൾ അല്ലെങ്കിൽ സ്ലാബുകൾ എന്ന നീളൻ ബ്ലോക്കുകളാക്കി മാറ്റും. കൺസ്ട്രക്ഷൻ കമ്പികൾ ഉണ്ടാക്കാനാണ് സ്ക്വയർ ബില്ലറ്റുകൾ ഉപയോഗിക്കുന്നത്. അതേസമയം പരന്ന സ്ലാബുകൾ ഷീറ്റുകളോ റോളുകളോ ആക്കാനാണ് ഉണ്ടാക്കുന്നത്. പാകത്തിന് നീളമാകുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് കട്ടർ വെച്ച് ഇതിനെ ആവശ്യത്തിന് കഷ്ണങ്ങളാക്കി മുറിക്കും. ഹോട്ട് റോളിംഗ് കാസ്റ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഈ സ്റ്റീൽ കഷ്ണങ്ങൾക്ക് നല്ല ചൂടായിരിക്കും. അത് ഒട്ടും സമയം കളയാതെ നേരെ ഹോട്ട് റോളിംഗ് മില്ലിലേക്ക് കടത്തിവിടും. ഇവിടെ കറങ്ങുന്ന റോളുകൾക്കിടയിലൂടെ ഈ ഓരോ ബില്ലറ്റും കടത്തിവിടും. റോളുകൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ സ്റ്റീൽ നല്ലവണ്ണം നീളത്തിൽ വലിഞ്ഞു നീളും. പല ഘട്ടങ്ങളായാണ് ഇത് നടക്കുന്നത്. ഓരോ ഘട്ടത്തിലും റോളറുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഓരോ തവണ കടന്നു പോകുമ്പോഴും സ്റ്റീലിൻ്റെ കട്ടി കുറഞ്ഞ് നീളം കൂടിക്കൂടി വരും. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ സ്റ്റീൽ നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. ഒടിഞ്ഞു പോകാതെ വളച്ചെടുക്കാൻ പറ്റും. ഈ പണി നടക്കുമ്പോൾ ബില്ലറ്റ് തുടർച്ചയായി പല റോളറുകളിലൂടെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ കട്ടിയും സ്പീഡുമൊക്കെ കറക്റ്റാണോ എന്ന് സെൻസറുകൾ തത്സമയം ചെക്ക് ചെയ്യും. എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ റോളറിൻ്റെ ഗ്യാപ്പ് അപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. റോളിംഗ് ലൈനിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും സ്റ്റീൽ
രീതിയിൽ ഒരേപോലെയുള്ള നല്ല ഷീറ്റുകളായോ റോളുകളായോ മാറിയിട്ടുണ്ടാകും. അവസാനം ഈ വലിയ സ്റ്റീൽ റോളുകൾ കൂളിങ്ങിനും ക്വാളിറ്റി ചെക്കിങ്ങിനുമായി മാറ്റും. റോളിംഗ് കഴിഞ്ഞിറങ്ങുന്ന സ്റ്റീലിന് നല്ല ചൂടായിരിക്കും. അതിൻ്റെ ഉൾഭാഗം പെട്ടെന്ന് സെറ്റായിട്ടുണ്ടാകില്ല. പെട്ടെന്ന് തണുത്ത് വിണ്ടുകീറാതിരിക്കാൻ ഹൈ പ്രഷർ സ്പ്രേ വഴി ചെറിയ രീതിയിൽ വെള്ളം ചീറ്റിച്ച് ചൂട് പതിയെ കുറക്കും. ചില ഫാക്ടറികളിൽ വലിയ ഫാനുകൾ വെച്ച് കാറ്റടിച്ചും ഉൾഭാഗത്തെ ചൂട് സാവധാനം കളയാറുണ്ട്. ഇങ്ങനെ കൃത്യമായി തണുപ്പിക്കുന്നത് കൊണ്ട് ചൂട് എല്ലായിടത്തു നിന്നും ഒരുപോലെ പോവുകയും വളവോ പൊട്ടലോ വരാതിരിക്കുകയും ചെയ്യും. അതൊന്ന് തണുത്തുറച്ചു കഴിഞ്ഞാൽ പിന്നെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിൻ്റെ സമയമാണ്. ഓരോ ബാച്ചിൽ നിന്നും കുറച്ചെടുത്ത് സ്പെക്ട്രോമീറ്ററുകൾ വെച്ച് കെമിക്കൽ ഘടന ചെക്ക് ചെയ്യും. ഒപ്പം അതിൻ്റെ ഫലവും കട്ടിയും ടെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കണ്ടാൽ ആ മെറ്റീരിയൽ മാറ്റി വീണ്ടും ഉരുക്കാൻ വിടും. ഒടുവിൽ ഈ സ്റ്റീൽ നിർമ്മാണ ആവശ്യങ്ങൾക്കും ഫാക്ടറികൾക്കും ഉപയോഗിക്കാൻ പറ്റിയ കൃത്യമായ അളവുകളിൽ മുറിച്ചെടുക്കുകയാണ് ചെയ്യുക. ക്വാളിറ്റി ടെസ്റ്റൊക്കെ പാസ്സായി അളവിന് മുറിച്ചു കഴിഞ്ഞാൽ ഈ മെറ്റൽ കഷ്ണങ്ങളിൽ ലേബലുകൾ ഒട്ടിക്കും. മെറ്റലിൻ്റെ ടൈപ്പും ബാച്ച് നമ്പറും ഒക്കെ വ്യക്തമായി എഴുതിവെക്കും. എന്നിട്ട് ഇവ പലകകളിൽ അടുക്കി വെക്കുകയോ കണ്ടെയ്നറുകളിൽ കയറ്റുകയോ ചെയ്ത് മറ്റ് മാനുഫാക്ചറിംഗ് ഫാക്ടറികളിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. ഫാക്ടറികളിലെത്തുന്ന ഈ കമ്പികളും മെറ്റൽ ബ്ലോക്കുകളും ഉപയോഗിച്ച് കാറുകൾ, വലിയ മെഷീനുകൾ, ബിൽഡിംഗ് മെറ്റീരിയലുകൾ തുടങ്ങി പലതരം സാധനങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ ഇതിൽ നിന്നുള്ള ഭാഗങ്ങൾ വീണ്ടും പുതിയ ഫ്ലൈറ്റുകൾ ഉണ്ടാക്കാൻ തന്നെ തിരിച്ചു പോയെന്നും വരാം. ഒരു ഫ്ലൈറ്റിൻ്റെ ആയുസ് കഴിഞ്ഞാലും അത് ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല എന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഏതായാലും വിമാനങ്ങൾ ഇത്തരത്തിൽ റീസൈക്കിൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.